കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമായ പുഷ്പരഥോത്സവം നടന്നു. മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് ദേവിയുടെ പുഷ്പരഥോത്സവത്തിനായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തിയത്. വിജയദശമി ദിനത്തിലെ വിദ്യാരംഭ ചടങ്ങിനായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വാഗ്ദേവതയുടെ സന്നിധിയായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പതിനായിരങ്ങളെ സാക്ഷി നിർത്തി ദേവീ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള പുഷ്പ അലങ്കൃതമായ ക്ഷേത്രം വലം ചുറ്റി. മൂന്ന് തവണ ക്ഷേത്രം വലം വെക്കുന്ന ദേവീ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള പുഷ്പാലങ്കൃതമായ രഥത്തിൽ നിന്നും നാണയത്തുട്ടുകൾ ഭക്തർക്കിടയിലേക്ക് വലിച്ചെറിയുന്നു. ഇവ സ്വന്തമാക്കാൻ ഓരോ കൈകളും വാനിലേക്ക് ഉയരുമ്പോൾ അത് നയനമനോഹര കാഴ്ചയായി മാറുന്നു. നവരാത്രി നാളുകളിൽ മലയാളികളടക്കമുള്ള ഭക്തരുടെ നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു കൊല്ലൂരിലേക്ക്. ക്ഷേത്രം മുഖ്യതന്ത്രി നിത്യാനന്ദ അടികയുടെ കാർമ്മികത്വത്തിലാണ് കൊല്ലൂരിലെ നവരാത്രി മഹോത്സവ ചടങ്ങുകൾ നടന്നുവരുന്നത്. വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം ചടങ്ങുകൾക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സരസ്വതി മണ്ഡപത്തിലും സമീപത്തുമായി 20ഓളം പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിലാണ് എഴുത്തിനിരുത്തൽ ചടങ്ങ് നടക്കുന്നത്. കേരളത്തിൽ നിന്നുൾപ്പെടെ നൂറുകണക്കിന് കുരുന്നുകൾ അക്ഷരദേവതയുടെ മുറ്റത്ത് ആദ്യാക്ഷരം കുറിക്കും. വൈകിട്ട് വിജയരഥോത്സവത്തോടെ 9 നാൾ നീണ്ടുനിന്ന കൊല്ലൂരിലെ നവരാത്രി ആഘോഷങ്ങൾ പരിസമാപ്തിയാകും. ന്യൂസ് ബ്യൂറോ, കൊല്ലൂർ.